ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ നമ്മുടെ ഇടുക്കി വീട്ടിലാണ് ഉള്ളത്. ഇടുക്കി വീട്ടിലായതുകൊണ്ട് തന്നെ ഇന്ന് നല്ല മഴയും തണുപ്പും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പുറത്തേക്കേ ഇറങ്ങിയിട്ടില്ല. കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ ഇന്ന് എണീറ്റത്. അപ്പോൾ ഇന്ന് അമ്മച്ചിക്ക് പോകണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അമ്മയും കിടന്നുറങ്ങി. അപ്പോൾ അമ്മച്ചി ഇപ്പം പോയേക്കുന്നത് ഇസാഫിലാണ്. അമ്മയുടെ അവിടുത്തെ അക്കൗണ്ട് ഫ്രീസായിപ്പോയി. അപ്പോൾ അതൊന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയേക്കാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് ഓട്സൊക്കെ ഉണ്ടാക്കി കഴിച്ചു, ഞാനും അമ്മയും. ഇനിയിപ്പോൾ ഉച്ചത്തേക്ക് എന്തെങ്കിലും ആക്കണം. അപ്പോൾ അങ്ങനെ ആക്കാൻ നേരത്ത് അതെന്താണെന്ന് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം അവിയലാണ്. അപ്പം എല്ലാവർക്കും അറിയാം അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മളെ കേരളത്തിൽ അവിയൽ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരില്ല. അപ്പോൾ അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിയൽ ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്നോർത്തിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കേട്ടോ. ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, എങ്കിലും സ്കിപ്പ് ചെയ്യരുത്, ലാസ്റ്റ് വരെ കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പുറത്തേക്കൊക്കെ പോയേക്കുമായിരുന്നു, വില്ലേജിൽ അവിടെ ഇവിടെയൊക്കെ പോയേക്കുമായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും ഇടാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ പോകുന്ന വീഡിയോസും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് തിരക്കായിട്ട് 2 ദിവസമായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എപ്പോഴേലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടണമല്ലോ, ആരും എന്നെ മറക്കരുതല്ലോ. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോസ് ഇടുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സപ്പോർട്ട് എൻ്റെ കൂടെ വേണം. നിങ്ങളുടെ ആ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് ഇനി വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനമാകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും നല്ല നല്ല കമൻസുകൾ നമ്മുടെ വീഡിയോസിൽ അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കുറേ പേര് എനിക്ക് നല്ല നല്ല എന്താ പറയുക, നല്ല കമൻറ്റുകൾ അയക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം. പിന്നെ ചിലർക്ക് ഒരു തോന്നലായിരിക്കാം ഞാൻ അമ്മേനെ ജോലിക്ക് വിടുന്ന കാര്യം ഓർത്തിട്ട്. വേറെ ഒന്നുമല്ല, അമ്മയോട് ഞങ്ങൾ ഇവിടെ ജോലിക്ക് പോകാൻ പറഞ്ഞ് ആരും നിർബന്ധിക്കുന്നില്ല. അമ്മയുടെ ഇഷ്ടത്തിനാണ് പോകുന്നത്. പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അറിയാലോ. അപ്പം അമ്മയുടെ താല്പര്യം അനുസരിച്ച് അമ്മ ജോലിക്ക് പോട്ടെ, അമ്മയുടെ ഇഷ്ടമാണത്, അത് അമ്മ ചെയ്യട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ആശുപത്രി കൊണ്ടുപോയി. എന്തെങ്കിലും ആശുപത്രി കേസ് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. എന്തെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുപോയാലാണ് അമ്മ വരത്തുള്ളൂ. അപ്പോൾ അമ്മയുടെ 2 ചീത്തയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകുന്ന ആശുപത്രിയിൽ ശരിക്കും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അമ്മേനെ നിർബന്ധിച്ച് ജോലിക്ക് വിടുന്നതേ ഇല്ല. അമ്മയുടെ ഇഷ്ടത്തിന്. അറിയാമല്ലോ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ഏതൊരു വീട്ടിലെടുത്താലും ഒരു അമ്മേനെ അല്ല അച്ഛനാണെങ്കിലും അവരെന്നും ജോലി ചെയ്ത് നടന്നവർക്ക് പെട്ടെന്നൊരു ദിവസം അവർ വീട്ടിൽ ഇരുന്ന് പോയാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിപ്പം ഇപ്പം ആരാണെങ്കിലും ബുദ്ധിമുട്ട്. ഇപ്പം എനിക്കാണെങ്കിലും ഞാനിപ്പോൾ ജോലിക്ക് പോയിട്ട് കുറച്ച് നാൾ വീട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പിന്നെ വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നില്ല, ആരും ചോദിക്കരുത്, കാരണം ഞാൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അറിയാലോ, ഒന്നുകൂടെ നമുക്ക് ലിജിമോളുടെ അടുത്ത് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് റെഗുലറായിട്ട് വേറൊരു അടുത്ത് ഓഫീസിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തത്. ലിജിമോളുടെ അടുത്ത് പോകണമെന്ന് വെച്ചാൽ ചേട്ടായിക്ക് സർജറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ നോക്കാത്തത്. പിന്നെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ദിവസമായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്, പുറത്തൊക്കെ പോയേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റി. എന്തായാലും അമ്മ വരുമ്പോഴത്തേക്കും നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കണം, ഫുഡ് കൊടുക്കണം. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറി, ഒത്തിരി പച്ചക്കറിയൊന്നും ഇല്ല, നമുക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറി. നമ്മുടെ ഫ്രിഡ്ജ് കേടായി പോയായിരുന്നു. ഫ്രിഡ്ജ് കേടായിട്ടിപ്പോൾ 2-3 മാസമായി. അപ്പോൾ ഫ്രിഡ്ജൊന്നും പുതിയത് ഓണത്തിൻ്റെ ഓഫറും എല്ലാം വരുമ്പോൾ മേടിക്കാമെന്നൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താ ദൈവത്തിന് അറിയാം എന്താവുമെന്ന്. അപ്പോൾ എന്തായാലും മേടിക്കാമെന്നുള്ള പ്ലാനാണ്. ക്യാഷൊക്കെ ഒന്ന് സെറ്റായി വന്നാൽ നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ EMI എടുക്കുന്നില്ല, കാരണം വേറൊന്നുമല്ല, നമുക്ക് 1 മാസം അടയ്ക്കാൻ പറ്റില്ല എന്ന് വന്നു. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വേറൊരു സിറ്റുവേഷൻ, ആശുപത്രി കേസ് കാര്യങ്ങൾ വരുവാണെങ്കിൽ EMI എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ EMI എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും, ഫ്രിഡ്ജ് ആണെങ്കിലും ഒരു TV മേടിക്കണം, ഫ്രിഡ്ജ് മേടിക്കണം എന്നൊക്കെ പ്ലാനുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേറൊന്നുമില്ല. അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് പച്ചക്കറി, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് രൂപയ്ക്ക് പച്ചക്കറി മേടിക്കാം. അതുകൊണ്ട് ഒത്തിരി പച്ചക്കറിയൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അവിയലുണ്ടാക്കാം. വലിയതല്ല, നല്ലൊരു അവിയലുണ്ടാക്കാം. ഓക്കെ, നിങ്ങളും വായോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ ചീത്തയായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലത് നോക്കി നമുക്ക് വൃത്തിയാക്കി എടുക്കാം. വേറെ ഒന്നുമല്ല, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഒത്തിരി പച്ചക്കറിയൊന്നും മേടിക്കുന്നില്ല. നമുക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് വേഗം ചീത്തയായി പോവാണേ.
നമ്മളധികം കഴിക്കുന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞാൽ എന്തോരം കഴിക്കാനാണ്. അപ്പോൾ നല്ലത് നമുക്ക് നോക്കി എടുക്കാം കേട്ടോ. നല്ലത് നോക്കി എടുത്തിട്ട് നമുക്ക് വേഗം തന്നെ അവിയലും വെച്ച് നമുക്ക് കുട്ടിയമ്മ വരുമ്പോഴത്തേക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ചോറ് അവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിക്കാം. നമ്മുടെ ചോറ് ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എന്തോന്ന് നോക്കാം. യെസ്, വെന്തിട്ടുണ്ട്. ഇത് നമ്മുടെ റേഷനരിയാണ്, വെള്ളരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റേഷനരിയെ. അപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പയ്യെ ചീത്തയാവുന്ന മത്തങ്ങയൊക്കെയാണ് കേട്ടോ. നേരത്തെ ഒന്നും അങ്ങനെ ചീത്ത ആവില്ലായിരുന്നേ, പക്ഷെ ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ വേഗം ചീത്തയായി പോകും. അതെന്താണോ എന്തോ, ഇപ്പോൾ വിഷം കുറച്ചടിക്കുന്നതുകൊണ്ടാണോ എന്തോ അതൊക്കെ വേഗം വേഗം ചീത്തയായി പോകുന്നു. എന്താ അവിടെ ആളുണ്ടോ? ആ, നമ്മുടെ വീട്ടിൽ ആളില്ലെങ്കിൽ ഉണ്ടല്ലോ, പുറത്തെന്തെങ്കിലും വെച്ച് എങ്ങനെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും മോഷണം എന്ന് പറയുന്ന എന്തിപ്പോൾ ആരെടുത്താലും അത് മോഷണം തന്നെ. അപ്പോൾ നമ്മളിവിടെ പുറത്ത് എന്തെങ്കിലും സാധനം വെച്ച്, അതാ ഞാൻ പുറത്തേക്ക് വേഗം ഇറങ്ങിപ്പോയത്. നമ്മുടെ മുറ്റത്തോടെ നടക്കുന്ന സൗണ്ട് ഞാൻ കേട്ടെ. ഞാനിപ്പോൾ ഇറങ്ങിയോണ്ട് നമ്മുടെ അവിടെ പട്ടി കുറച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ പുറകെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകും. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ പുറത്ത് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട്. അതിപ്പോൾ ആരെന്തെടുത്തെന്ന് വെച്ചാൽ അത് മോഷണം തന്നെ. അപ്പോൾ അതെ, നമ്മുടെ പച്ചക്കറി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ പച്ചക്കറി നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തക്കാളിയും കൂടെ കഴുകി അരിഞ്ഞിടാം കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ കൂട്ടത്തിലേക്ക് തക്കാളിയും കൂടെ നന്നായിട്ട് കഴുകി അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇടാനുള്ള അടുത്ത സാധനങ്ങൾ ഇടാം. അപ്പോൾ ഞാനിവിടെ രാവിലെ കുറച്ച് വൻപയർ കുറച്ചുണ്ടായിരുന്നു. അപ്പം നമ്മൾ അല്ലാതെ വേറെ കറിക്കൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് വൻപയർ ഉണ്ടായിരുന്നു. അത് കുറച്ച് വെള്ളത്തിലൊഴിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, കുതിർക്കാനിട്ടായിരുന്നു. ആ പയർ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. നമ്മൾ കടല ഇടാറുണ്ട്, അങ്ങനെയൊക്കെ ഇടുന്നത് നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ നമ്മൾ ഈ പയറും കൂടെ ഇട്ടിട്ടുണ്ട്. പയർ എടുത്തിട്ടുണ്ട്, ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് മതി വെള്ളം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് അടുപ്പത്തിലേക്ക് വെക്കാം. അരപ്പ് വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ചിട്ട് വേവിക്കാൻ വെക്കാം. പക്ഷെ ഞാൻ അരപ്പൊന്നും ആക്കിയില്ലാത്തതുകൊണ്ട് ഇത് വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. അത് കുറച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് അവിയലിന് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഉപ്പും എല്ലാം കൂടെ കൂടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് മൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് വേവിക്കാം. വേവിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ളതെല്ലാം ഇടാം കേട്ടോ. അപ്പോൾ ഇനി അവിയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, അത് കഴിഞ്ഞിട്ട് അതിനാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. വേഗം ഞാൻ തേങ്ങയൊന്ന് ചിരണ്ടി എടുക്കട്ടെ കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട്, നമുക്ക് തേങ്ങ ചിരണ്ടി എടുക്കാം. തേങ്ങയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മഴയൊന്ന് മാറിയിട്ട് ഇവിടെ പെയിൻറ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുമല്ലോ, അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ പെയിൻറ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കരമായിട്ട് പൂപ്പൽ, മഴ പെയ്യുമ്പോഴത്തേക്കും ഭിത്തി അതായത് നനഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൂപ്പൽ വരുവാണേ. ഭിത്തി മാത്രമല്ല, നമ്മൾ ഡെസ്കിൽ അതിവിടെ ഇവിടെയൊക്കെ പൂപ്പൽ വരിക. അപ്പോൾ എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ മഴയൊന്ന് മാറട്ടെ എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വേഗം
ആവശ്യമായിട്ടുള്ള തേങ്ങ, പിന്നെ 2-3 വെളുത്തുള്ളി, കുറച്ച് ജീരകം, പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളാണേ. അമ്മ പൊടിച്ചിട്ട് അരിച്ചെടുത്തിട്ട് ബാക്കി വന്നതാണ്. അത് വേറെ പൊടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തത് കേട്ടോ. പിന്നെ 2 പച്ചമുളക്. ഓൾറെഡി നമ്മൾ പച്ചമുളക് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് 2 മതി. അപ്പോൾ ഒന്ന് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, അരയ്ക്കുമല്ല, നമ്മളിന്ന് ജസ്റ്റ് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചതച്ച് ആയി സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കോടെ നമ്മുടെ മഞ്ഞൾ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഞ്ഞൾ നമ്മൾ വീട്ടിൽ പൊടിച്ചതായതുകൊണ്ട് കറക്റ്റായിട്ട് പൊടിഞ്ഞിട്ടില്ല. അത് അമ്മ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അരിച്ചെടുത്തിട്ട് പിന്നെ പൊടിക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു മഞ്ഞൾ. അത് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടാണ് അത് തീർന്നു പോയതുകൊണ്ട്. പച്ചക്കറിക്കകത്തേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് നമ്മുടെ അരപ്പിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് കിടന്ന് സെറ്റാവട്ടെ. അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇറക്കാം. ഇതിൻ്റെ അകത്ത് കറിവേപ്പിലൊന്നും ഇടാൻ എൻ്റെ കയ്യിലില്ല കേട്ടോ, അതുകൊണ്ട് കറിവേപ്പിലൊന്നും ഇടുന്നില്ല. കറിവേപ്പില പിന്നെ തൈര് ഒഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ തൈരും ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒറ്റ കൈ ഉള്ളത് അത് മതി. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ അവിയൽ ഇതേ റെഡി ആയിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെയൊക്കെ മണമൊക്കെ വരുന്നുണ്ട്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. നേരത്തെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അവിയൽ, പക്ഷെ ഇപ്പോൾ എനിക്ക് അവിയൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ പയറൊക്കെ ഒരുവിധം നല്ലപോലെ വെന്തിട്ടുണ്ട്. പിന്നെ എല്ലാ പച്ചക്കറിയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. അവിയൽ ചോറും അപ്പോൾ നമുക്ക് കഴിക്കാം. വെള്ളരി ചോറും അവിയലും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ, നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അവിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഈ വെജിറ്റബിൾ ഒത്തിരി അങ്ങ് വെന്ത് കുടയുന്ന എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു വേവിലേ വാങ്ങത്തുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ. അപ്പോൾ എന്തായാലും ഞാൻ വേഗം കഴിക്കട്ടെ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിയലുണ്ടാക്കിയൊരു വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴത്തേക്ക് ഏലിക്കുട്ടിയമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഏലിക്കുട്ടിയമ്മ വന്നിട്ട് കുറച്ച് മീനും കപ്പയും മേടിച്ചുകൊണ്ട് വന്നു. സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ മേടിക്കാറേ ഇല്ല, വേറൊന്നുമല്ല, അത്ര നല്ല മീൻ കിട്ടാറില്ല. നമ്മൾ കൊല്ലത്തും കോഴിക്കോടൊക്കെ പോയി നിന്നപ്പോൾ ഉള്ള ടൈപ്പ് മീനേ അല്ല ഇത്. മാസങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്ന മീനായിരിക്കും. അപ്പോൾ എന്തായാലും അമ്മ മേടിച്ചുകൊണ്ട് വന്നു. അത്ര സൂപ്പർ മീനൊന്നും അല്ല, എങ്കിലും കുഴപ്പമില്ല, നമുക്ക് കൂട്ടാം. അപ്പോൾ മീനും കപ്പയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അത് 4 മണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മീൻ കറി വെക്കുന്നില്ല, കറി വെക്കാൻ പാകത്തിന് നല്ല മീനൊന്നും അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വറക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഫ്രൈ ചെയ്യാം. അതുപോലെ തന്നെ കറണ്ടും പോയി. അതുപോലെ തന്നെ കപ്പ നമുക്ക് പുഴുങ്ങുകയും ചെയ്യാം. അപ്പം നമുക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് മീനിൻ്റെ അകത്ത് കയറ്റി വെക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ 1 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കത് വരട്ടി വറക്കാൻ വെക്കാം, അല്ലെങ്കിൽ ചീത്തയായി പോകും കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം പോവാം. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് വരട്ടെ അല്ലേ. അപ്പോൾ എനിക്ക് മീനൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. ഈ മീനിൻ്റെ തൊലി പൊളിക്കാനേ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ നന്നായിട്ട് തൊലി സ്ക്രബ് വെച്ച് നന്നായിട്ട് കളഞ്ഞിട്ടാണ് എടുത്തത്. തൊലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ മീനാകെ പൊളിഞ്ഞു പോകും. അപ്പോൾ കറി വെക്കുന്നില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കട്ടെ. ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് മസാലയൊക്കെ പരട്ടാട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള മസാലകൾ നമുക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഓക്കെ, ഇത് മതിയേ. കുറച്ച് മുളക് പൊടി ഇടാം. അമ്മ വന്നപ്പോൾ ഫിഷ് ഫ്രൈയുടെ ഒരു മസാല വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. നന്നായിട്ടിടണം. ഉപ്പ് കുറച്ചുകൂടെ വേണമെന്ന് തോന്നേ. മസാല ഇത് മതി. മഞ്ഞളും കൂടി ഇടാവേ. മഞ്ഞൾ അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതായതുകൊണ്ട് അത്ര ഇതില്ല, എങ്കിലും കുഴപ്പമില്ല. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഉപ്പ് കുറവാണ്, കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇതേ ഇത്രയും ഉപ്പും കൂടി ഇടാം, അത് മതി. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ. കുറച്ചുകൂടെ മസാല ഇടാം, കണ്ടിട്ട് അത്ര കളറില്ല. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉണ്ടെന്നറിയില്ല, നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഫിഷ് ഫ്രൈ മസാല യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മതി. ഇനി കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഒരു 3 കിലോ കപ്പ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1.5 കിലോളം നമുക്കെടുത്ത് വേവിക്കാൻ വെക്കാം കേട്ടോ, ചെണ്ട മുഴുങ്ങാതെ. ഒരിക്കലും വലിയ കട്ടികളാക്കിയല്ല കേട്ടോ, ഒരു വേഗം വരും. ഇങ്ങനെ നുറുക്കുക, ഇങ്ങനെ നുറുക്കിടാതെ. ആ മസാലയ്ക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ, മീനിൻ്റെ മസാല. മീനിൽ ഭയങ്കര മുട്ടിയാണ്. കൊല്ലുന്നത് അതിൻ്റെ വേറൊരു കത്തിങ്ങ ഉണ്ട് കേട്ടോ. പിന്നെ വലിയ കനമുള്ള കത്തിയൊന്നുമില്ല, ആകെ എന്താ 2 കത്തി. അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് വേവിക്കാം. നമ്മുടെ മീൻ വറുത്തതും കപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഇല്ല കേട്ടോ, കറണ്ട് ഇല്ലെങ്കിലും നമ്മൾ കഴിക്കട്ടെ കേട്ടോ. അടിപൊളിയല്ല, അടിപൊളി. ഞങ്ങൾ കട്ടിലയിൽ ഇരുന്നാട്ടോ കഴിക്കുന്നത്. നല്ല തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. കഴിച്ചോ? അങ്ങനെയുണ്ട് പറ, കഴിക്ക്. അമ്മ മേടിച്ചോണ്ട് വന്ന മസാല എങ്ങനെയാണ് മീൻ വറുത്തതിന്. അടിപൊളി. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഒന്ന് കഴിച്ചിട്ട് കപ്പയും ഇതും കൂടെ കൂട്ടി കഴിച്ചിട്ട് പോയി. നല്ല അടിപൊളി, ഒത്തിരി അങ്ങ് വെന്ത് പോയില്ല, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. മുളക് പൊട്ടിച്ച് വേണം, പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മുളകില്ലാത്തതുകൊണ്ട് ഞാൻ കറിക്ക് എടുത്തു ആദ്യം കേട്ടോ. അതുകൊണ്ട് മുളക് പൊട്ടിച്ച് ഇല്ലാത്തതുകൊണ്ട് മീൻ വറുത്തതും കപ്പയും തിന്ന് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ഹായ് അല്ലോ, ബൈ.